മൊബൈൽ ഫോണുകളുടെ ലോക്ക് സ്ക്രീനിൽ എമർജൻസി എന്നൊരു ഓപ്ഷൻ പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിലും ഉപകാരപ്രദമായി ഉപയോഗിക്കുന്നവർ വളരെ ചുരുക്കമാണ്. എന്താണ് എമർജൻസി ഓപ്ഷൻ കൊണ്ടുള്ള ഉപയോഗം? ഇന്ന് സ്മാർട്ട് ഫോണിൽ പേഴ്സണലായി സൂക്ഷിക്കേണ്ട ഒട്ടുമിക്ക ഡോക്യുമെൻറ്റ്സും ഡീറ്റെയിൽസും സർട്ടിഫിക്കറ്റ്സും എല്ലാം സേവ് ചെയ്ത് വെക്കാറുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലൗഡ് സർവീസിൽ അതെല്ലാം അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അത് മറ്റുള്ളവരിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ ഒരു സെക്യൂരിറ്റി ലോക്ക് ഇല്ലാതെ സാധ്യമല്ല. എന്നാൽ നമ്മുടെ ഫോൺ നഷ്ടപ്പെടുന്നു, ഒരു എമർജൻസി നമുക്കുണ്ടാകുന്നു. ഫോൺ ലോക്ക് അഴിച്ചാൽ മാത്രമേ മറ്റൊരാൾക്ക്, നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനെയോ റിലേറ്റീവിനെയോ അറിയിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ നമ്മുടെ പേഴ്സണൽ ഇൻഫോ ഷെയർ ആകുവാനും പാടില്ല. അതിനുള്ള ഒരു സൊല്യൂഷനാണ് എമർജൻസി അല്ലെങ്കിൽ SOS സർവീസ്. ഇതെല്ലാം ആൻഡ്രോയിഡ് ഫോണിലും iOS ഡിവൈസിലും അവൈലബിൾ ആണ്. iOS ഡിവൈസിൽ ഹെൽത്ത് എന്ന ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് റിവ്യൂ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനകത്ത് മെഡിക്കൽ ID ഉണ്ട്, എമർജൻസി SOS ഉണ്ട്. മെഡിക്കൽ ID എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ നിങ്ങളുടെ ഇൻഫർമേഷൻ സേവ് ചെയ്തിരിക്കുന്നത് നന്നായിരിക്കും. നമുക്കിപ്പോൾ എമർജൻസി കോൺടാക്ട്സ് ആണ് വേണ്ടത്. അതിൽ എമർജൻസി കോൺടാക്ട്സ് ഇപ്പോൾ ഒന്നുമില്ല. അപ്പോൾ അത് ആഡ് ചെയ്യാനായിട്ട് എഡിറ്റ് ചെയ്യണം. അതിനകത്ത് വീണ്ടും പഴയ പോലെ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് വയ്ക്കാം. അല്ലെങ്കിൽ ആഡ് എമർജൻസി കോൺടാക്റ്റ് എന്ന പോർഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും അടുത്ത വിളിച്ചാൽ കിട്ടുന്ന കോൺടാക്ട്സുകൾ ആഡ് ചെയ്ത് വയ്ക്കാം. അവരുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം അതിപ്പോൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, പേഴ്സണൽ ഇൻഫർമേഷൻ ആയതുകൊണ്ട്. അതിനുശേഷം അവരുടെ ഡീറ്റെയിൽസ് ആണ് ഈ താഴെ കാണുന്നത്. അതിനുശേഷം നമുക്ക് ലോക്ക് സ്ക്രീനിൽ പോകാം. ലോക്ക് സ്ക്രീനിൽ എമർജൻസി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ ID എന്നൊരു പോർഷൻ കാണാം. മെഡിക്കൽ ID ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ബേസിക് ഇൻഫർമേഷൻസ് അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ എമർജൻസി കോൺടാക്ട്സ് ആരൊക്കെയാണ് നിങ്ങൾ എൻ്റർ ചെയ്ത് വെച്ചേക്കണമെന്ന് നോക്കാം. അതിനകത്ത് അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ ഏതായാലും അവിടെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഡൺ എന്ന് അടിച്ചു കഴിഞ്ഞാൽ, അതിനുശേഷം ഡൺ അടിച്ചു കഴിഞ്ഞാൽ ആ കോൾ പോയിക്കോളും. നിങ്ങളുടെ ലോക്ക് സ്ക്രീൻ ഓപ്പൺ ആക്കാതെ തന്നെ. ഹെൽത്ത് ആപ്ലിക്കേഷനിൽ ആദ്യം കണ്ടതുപോലെ തന്നെ എമർജൻസി SOS എന്നൊരു പോർഷനുണ്ട്. അത് നിങ്ങളുടെ സെൽഫ് സർവീസിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസി ഉണ്ടായാൽ നിങ്ങൾ പവർ ബട്ടണിൽ 5 ടൈംസ് ക്ലിക്ക് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കോൾ കണക്റ്റ് ആയിക്കോളും. SOS സർവീസിലുള്ള ലിസ്റ്റിലുള്ള ആൾക്ക് ആ കോൾ കണക്റ്റ് ആയിക്കോളും. ഇനി ആൻഡ്രോയിഡിൽ നോക്കിയാലും പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷനിലാണ് ഇത് കിടക്കുന്നത്. അവിടെ ചെല്ലുക, അവിടെ എമർജൻസി SOS ഓപ്പൺ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ആഡ് ചെയ്യാം. അതിനകത്തും 5 ടൈംസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ SOS സർവീസ് ആക്ടിവേറ്റ് ആവുന്നതാണ്. എമർജൻസി കോൺടാക്ട്സ് ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു ഓപ്ഷനാണ്. നിങ്ങൾ ഏതായാലും നിങ്ങളുടെ ഫോണുകളിൽ എമർജൻസി കോൺടാക്ട്സ് ആഡ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. എമർജൻസി കോൺടാക്ട്സിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കുകയും സെറ്റ് ചെയ്ത് വെക്കുന്നതും നിങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും.